കോഴിക്കോട് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ചികിത്സ ലഭിക്കാതെ വയോധിക മരിച്ച സംഭവത്തിൽ കോർപ്പറേഷനും KLF സംഘാടകരുമായ DC ബുക്സിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. അജിതയ്ക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകാൻ സാധിക്കാത്തതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ജനുവരി 25-നാണ് പുതിയാപ്പ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് ഓട്ടോ ഇടിച്ച് അജിത മരിക്കുന്നത്. പുതിയാപ്പ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും റോഡ് മുറിച്ചു കടക്കവെയാണ് പുതിയങ്ങാടി സ്വദേശിയായ അജിതയെ ഇക്കഴിഞ്ഞ 25-ന് വൈകിട്ട് ഓട്ടോ ഇടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജിതയെ സമീപത്തുള്ള ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിക്കുകയായിരുന്നു. KLF കാരണം ഗതാഗതക്കുരുക്കിലായ തീരദേശ റോഡിൽ അജിതയുമായി പോയ ആംബുലൻസ് ഏറെ നേരം കുടുങ്ങിക്കിടന്നു. പിന്നീട് രോഗിയെയും ചുമലിലേറ്റി ഒപ്പമുണ്ടായിരുന്നവർ ബീച്ച് ആശുപത്രിയിലേക്ക് ഓടേണ്ട ഗതി പോലും വന്നു. അപ്പോഴേക്കും അജിതയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബീച്ചിൽ എന്ത് പ്രോഗ്രാം നടക്കുന്ന സമയത്തും നമ്മളെ തീരദേശവാസികൾ അനുഭവിക്കുന്ന ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ പെരുകുന്നു, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അധികൃതർ കണ്ടെത്താൻ അത് പറ്റുന്നില്ല. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അവരുടെ സൈഡിൽ നിന്നുണ്ടാവുന്ന അഭാവമാണ്. ചേച്ചി പുതിയാപ്പ കാത്തിരിപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് എൻ്റെ സഹോദരിക്ക് അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ച് അവർ ആ ഓട്ടോ തന്നെ കയറ്റി ചേച്ചി ബീച്ച് ആശുപത്രി കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ അവിടുന്ന് എടുത്ത് പിന്നെ കൈക്ക് താങ്ങിയിട്ടാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ സഹോദരി രക്ഷപ്പെട്ടേനെ. പക്ഷേ ഈ പരിപാടിൻ്റെ വാഹന ഗതാഗത കുരുക്ക് കാരണം എൻ്റെ സഹോദരിക്ക് യഥാസമയത്ത് ചികിത്സ ലഭിക്കാതെയായി. അതിന് കാരണം ഈ ഗതാഗത കുരുക്കാണ്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ പ്രവീൺ തളിയിൽ. KLF പരിപാടിയുടെ സംഘാടകരായ DC ബുക്സും കോഴിക്കോട് കോർപ്പറേഷന്റെയും ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ച കാരണമാണ് വിലപ്പെട്ട ജീവൻ അപകടത്തിലായതെന്നാണ് പരാതി. അവരെ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. കാരണം പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കോഴിക്കോടിലെ ആൾക്കാർ ഈ അമ്മയുടെ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോയി. കോഴിക്കോട് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന KLF പോലുള്ള പരിപാടി നടക്കുമ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള കൺട്രോളും ഉണ്ടായിരുന്നില്ല. ഏകദേശം 4-5 ദിവസങ്ങളോളം കോഴിക്കോട് പൂർണ്ണമായിട്ടും കോഴിക്കോട് ബീച്ച് പ്രദേശങ്ങൾ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയങ്ങളിൽ അവിടേക്ക് എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അധികാരമാണത്. അത് അവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും വീഴ്ച പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. നോർത്ത് സോണൽ IG-യും കളക്ടറും അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യം. ഫെബ്രുവരി 19-ന് വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ജനം, കോഴിക്കോട്.